ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് എടുത്തു പറഞ്ഞ് SIT റിമാൻഡ് റിപ്പോർട്ട്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി ഇളക്കി കൊണ്ടുപോയി. വേർതിരിച്ച സ്വർണത്തിൽ ഒരു പങ്ക് കൈക്കലാക്കി ശില്പപാളികൾ പലയിടത്തും എത്തിച്ച് പൂജ ചെയ്തു. മറ്റ് പ്രതികളുടെ പങ്കും അറിയണം എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, റിപ്പോർട്ടിൽ മുരാരി ബാബുവിനെതിരെയും ഗുരുതരമായ പരാമർശമാണ് അടങ്ങിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങേയറ്റം ഗുരുതരമായ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുരാരി ബാബുവിന്റെ പങ്ക് വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മുരാരി ബാബു അടക്കം ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്ത് വിവരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? രാജീവ്. നീലിമ, ഈ ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല പ്രതിസ്ഥാനത്തുള്ളത്. അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിലുള്ള പങ്ക് വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് മുരാരി ബാബു ഉൾപ്പെടെയുള്ള അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി എത്തിയിട്ടുണ്ട്. അവരെ നേരത്തെ പ്രതി ചേർത്തെങ്കിലും അവരുടെ പങ്ക് എന്താണെന്ന് വളരെ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിമലയിലുള്ളത് സ്വർണ്ണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയത്. അതിനുശേഷം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ബോധപൂർവം തന്നെയാണ് ഇത്തരമൊരു നീക്കം അന്നത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, 2019 ദേവസ്വം ബോർഡ് അധികൃതർക്കും ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നു. ആ അറിവുണ്ടായിട്ട് കൂടിയും അവരും ഇതിന് കൂട്ടുനിന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ അന്വേഷണം വേണം. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും അന്വേഷണം നീട്ടേണ്ട സാഹചര്യമുണ്ട്. അവരുടെ പങ്കിനെക്കുറിച്ചും കൂടുതൽ വിശദമായി അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത്. 13 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചതെങ്കിൽ ഈ കാരണങ്ങൾ നിർത്തിയതുകൊണ്ട് തന്നെ കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പിന്നെ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 3 സംസ്ഥാനങ്ങളിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് അതൊരു പ്രദർശന വസ്തുവാക്കി പണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി എന്നാണ്. അത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിലേക്ക് ഈ കേരളത്തിൽ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിന് ശേഷം അവിടെ അത് പ്രദർശന വസ്തുവാക്കുകയും അതിലൂടെ പണം ഉണ്ടാക്കുകയും ചെയ്തു എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ ജനൻ TV പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. അവരും കൂടി അറിഞ്ഞതാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, ഈ സ്വർണ്ണക്കടത്ത് നടന്നത് എന്ന് നേരത്തെ ജനൻ TV പുറത്തുവിട്ടിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലും എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിനും ഇതിലുള്ള പങ്ക് നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ചും കൂടുതൽ അന്വേഷണം വേണം. ഗൂഢാലോചന ഉൾപ്പെടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട്. വലിയ ഗൂഢാലോചനയാണ് ഈ സ്വർണം കടത്തുന്നതിന് വേണ്ടി നടന്നിരിക്കുന്നത് എന്നാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ 3 സംസ്ഥാനങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതായുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കേണ്ടതായുണ്ട്. പിന്നെ പുറത്തു വരാനുള്ള ഒരാൾ കൽപേഷാണ്. കൽപേഷുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിലവിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് SIT നടത്തുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ കൽപേഷിനെയും ഉടൻ അന്വേഷണ സംഘം പിടികൂടും. ഇതിനുശേഷം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടക്കം മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുള്ള നടപടികളും SIT തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത അറസ്റ്റ് നടക്കാൻ പോകുന്നത് മുരാരി ബാബുവിൻ്റേതാകും. മുരാരി ബാബുവിൻ്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണമാണെന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിട്ടും ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് മുരാരി ബാബുവിനാണ്. മാത്രമല്ല, ഈ മുരാരി ബാബുവിൽ മാത്രമായി ഈ അന്വേഷണം ഒതുക്കാൻ കഴിയില്ല. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്കും ഇതിൽ വളരെ കൃത്യമായ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം പ്രാഥമികമായി എത്തുന്നത്. നാളെയോ മറ്റന്നാളോ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഈ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. 10 ദിവസം കൂടുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെയോ മറ്റന്നാളോ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ ഹൈക്കോടതി
ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാണ്. മാത്രമല്ല ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് വളരെ വിശദമായി ചോദ്യം ചെയ്തതും എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കോടതി ഇതെല്ലാം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ നിരത്താൻ കഴിഞ്ഞു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിൽ കാരണം ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇനി നമുക്കറിയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ അവരിലും അപ്പുറത്തേക്ക് കടന്ന ഈ അന്ന് ദേവസ്വം അംഗങ്ങളായിരുന്നവരിലേക്ക് അവരെ പ്രതിയേർക്കുന്നതിനും അപ്പുറം അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുമോ എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നില്ലെങ്കിൽ ഏതായാലും ചിലരെ സംരക്ഷിക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 മുതൽ 10 വരെയുള്ള പ്രതികളുടെ ഒത്താശയോടെ 1-ാം പ്രതി ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം അഴിച്ചെടുക്കുകയും അത് കൈക്കലാക്കുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ 2 മുതൽ 10 വരെയുള്ള പ്രതികൾ എന്ന് പറയുമ്പോൾ ഇവരിലേക്കെല്ലാം വളരെ കൃത്യമായ അന്വേഷണം എത്തേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുരാരി ബാബു തന്നെയാണ്. ഈ മുരാരി ബാബുവിലേക്ക് എത്തുമ്പോഴാണ് ഒരുപക്ഷെ ഉന്നത രാഷ്ട്രീയ വ്യക്തികളുമായുള്ള ഈ കേസിൻ്റെ ഇഴയടുപ്പം ഒരുപക്ഷെ വെളിപ്പെടുക. കാരണം മുരാരി ബാബു വർഷങ്ങളായി CPM-ൻ്റെ CITU-ൻ്റെ ദേവസ്വം എംപ്ലോയീസ് സംഘടനയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ അന്വേഷണം ഈ 2 മുതൽ 10 വരെ പ്രതികളെ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ നടക്കേണ്ടതല്ലേ? തീർച്ചയായും നിലമ ആ രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടത്. ഹൈക്കോടതി ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. 10 പ്രതികളുണ്ടെങ്കിൽ ആ 10 പേരിലേക്കും അന്വേഷണം പോകേണ്ടത് അനിവാര്യതയാണ്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ അറസ്റ്റിലായിരിക്കുന്നു, അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനി വേണ്ടത് അയാളെ വിശദമായി ചോദ്യം ചെയ്യുക എന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്തുക എന്നതാണ്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ സംഭവമാണ്. 2017 മുതൽ തന്നെ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല 2019 എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത്രത്തോളം വലിയ സുരക്ഷയായിരുന്നു 2019 ഫെബ്രുവരിയിൽ ഈ സന്നിധാനത്ത് ഉണ്ടായിരുന്നു. വലിയ പോലീസ് വിന്യാസം ഈ സന്നിധാനത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സന്നിധാനത്തും പരിസരത്തുമൊക്കെ ഈ രീതിയിൽ ഭക്തർക്ക് വിരിവെക്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെയെല്ലാം പൂർണ്ണമായ പോലീസ് നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് എത്തി. 2019 മാർച്ചിൽ കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നു. 2019 ജൂലൈയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. ഇതെല്ലാം കൊണ്ടുപോകുമ്പോഴും ഒന്നും അറിഞ്ഞില്ല എന്ന് സർക്കാർ സംവിധാനങ്ങൾ പറയുമ്പോൾ അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഏതായാലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ആ രീതിയിലേക്കും പോകണം എന്ന ആവശ്യം വളരെ ശക്തമായി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഹൈക്കോടതിയിൽ മാത്രമാണ് അവരുടെ പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത്. നീലവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മുരാരി ബാബുവിലോ അല്ലെങ്കിൽ കേവലം ഉദ്യോഗസ്ഥരിലോ മാത്രം ഒതുക്കാൻ കഴിയില്ല. കാരണം മുരാരി ബാബുവിന് ഇതിലുള്ള കൃത്യമായ പങ്ക് നീലവ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. അവസാന നിമിഷം വരെ CPM-നൊപ്പം നിന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. ആ കാലഘട്ടത്തിൽ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് സർക്കാരിന് വേണ്ടി മുരാരി ബാബു ആയിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. മുരാരി ബാബുവിനെ കുറിച്ച് അങ്ങേയറ്റം ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. കാരണം 98-ൽ വിജയ് മല്യ അവിടെ ശ്രീകോവിലിൻ്റെ പുറത്ത് അതുപോലെ ദ്വാരപാളികളിൽ എല്ലാം സ്വർണം പതിപ്പിച്ചിട്ടുള്ള കാര്യം, സ്വർണം പൊതിഞ്ഞു നൽകിയ കാര്യം വളരെ കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ദ്വാരപാളികളിലുള്ളത് ചെമ്പാണെന്ന് എഴുതി നൽകുന്ന ദേവസ്വം ബോർഡ് ഉത്തരവുണ്ടാകുന്നത്. അപ്പോൾ വളരെ കൃത്യമായി ഇത് സ്വർണ്ണപ്പാളിയാണ് എന്നറിഞ്ഞുകൊണ്ട് അത് ചെമ്പാക്കി രേഖപ്പെടുത്തിയതിന് പിന്നിൽ വളരെ കൃത്യമായൊരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉണ്ട്. മുരാരി ബാബുവിനെ കുറിച്ച് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വളരെ കൃത്യമായി മുരാരി ബാബുവിലേക്ക് എത്തുന്ന വിധത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അടുത്ത കണ്ണി SIT അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾ മുരാരി ബാബു ആണ് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നില്ലേ?
തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ അറസ്റ്റിലാകുന്നത് മുരാരി ബാബു ആകാൻ തന്നെയാണ് സാധ്യത. അത്തരം നീക്കങ്ങളാണ് നിലവിൽ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ കൃത്യമായ പങ്ക് മുരാരി ബാബുവിന് ഇതിൽ ഉണ്ട് എന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുരാരി ബാബുവിൻ്റെ ആവശ്യപ്രകാരവും നിർദ്ദേശപ്രകാരവുമാണ് മറ്റു ഉദ്യോഗസ്ഥർ പോലും പ്രവർത്തിച്ചത്. ഇത് സ്വർണ്ണം കൊണ്ടുപോകാനുള്ള ഉത്തരവുകളിൽ ഒപ്പിട്ടിരിക്കുന്നത് മുരാരി ബാബുവാണ്. സ്മാർട്ട് ക്രിയേഷൻസിന് ആദ്യം കത്തയച്ചത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണം കൊടുത്തുവിടുന്ന കാര്യത്തിൽ കത്തയച്ചിരിക്കുന്നതും മുരാരി ബാബുവാണ്. ഇത്രയും വളരെ നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. 2024 വീണ്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയച്ചിരിക്കുന്നതും മുരാരി ബാബുവാണ്. ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുരാരി ബാബു കത്തയച്ചത്. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും അറിയാതെ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികളും കട്ടളപ്പാളികളും ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ശബരിമലയിൽ എത്തുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ പോലും, ഈ ഘട്ടത്തിൽ പോലും നമ്മൾ കുറച്ചു മുമ്പ് സന്നിധാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്, ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പ്രവേശിക്കുന്നതിന് നിലവിൽ നിയന്ത്രണമുണ്ട്. ഇനി ഭക്തർക്കായി തുറന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുക. 2019 ഇതിലും വലിയ നിയന്ത്രണങ്ങളായിരുന്നു സന്നിധാനത്തുണ്ടായിരുന്നത്. പോലീസ് തന്നെ ഏർപ്പെടുത്തിയ വലിയ നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് ഉണ്ടായിരുന്നു. ആ കാലയളവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് കട്ടിളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒക്കെ കൊണ്ടുപോവുകയും അതിൽ നിന്ന് സ്വർണം എടുത്തതിന് ശേഷം ചെമ്പ് പാളികൾ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വം അംഗങ്ങളും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഒക്കെ ഇതിൽ മറുപടി പറയേണ്ടി വരുന്നതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. കേവലം മുരാരി ബാബുവിൽ മാത്രമായി ഇത് ഒതുങ്ങില്ല എന്ന് തന്നെയാണ് നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയെയും ഉൾപ്പെടെ സംരക്ഷിക്കാനുള്ള നീക്കം SIT നടത്തുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര അന്വേഷണം വേണമെന്നാണ് നിലവിൽ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരമൊരു അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കടന്നാൽ അതും സർക്കാരിന് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധം ഈ വിഷയത്തിൽ സർക്കാർ നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിസ്ഥാനത്തേക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും എത്തിച്ചിരിക്കുന്നത്. ഇനി അവരെ ചോദ്യം ചെയ്യുമോ, അതിലും അപ്പുറത്തേക്ക് അന്വേഷണം പോകുമോ, അതോ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെ കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുമോ എന്നതാണ് അറിയേണ്ടത്. ചില ഉദ്യോഗസ്ഥർ, അതായത് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സ്വർണം ചെമ്പാക്കാൻ വേണ്ടി കൂട്ടുനിന്നും ഉത്തരവ് ഇറക്കിയെന്നും മാത്രം പറഞ്ഞുകൊണ്ട് SIT അന്വേഷണം അവസാനിപ്പിക്കുമോ എന്നും അറിയേണ്ട കാര്യമാണ്. അതായത് അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള നീക്കം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിനുമപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നിവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന തെളിവുകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. മാത്രമല്ല SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 2 കിലോയോളം സ്വർണം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം വേണം. ഈ സ്വർണം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. സ്വർണം എവിടെ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ സ്വർണത്തിൽ നിന്ന് ആരൊക്കെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, ശബരിമലയെ വാണിജ്യവൽക്കരിച്ചത് ആരാണ്, പ്രദർശന വസ്തുവാക്കിയത് ആരാണ് ഇതിനൊക്കെ അനുമതി നൽകിയത്, ഈ വിഷയങ്ങളിലൊക്കെ SIT സ്വീകരിക്കുന്ന നിലപാട്, SIT എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ്, ഇനി എത്തേണ്ടത് കൽപേഷ് എന്ന ആളിലേക്കാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയത് കൽപേഷ് എന്ന ആൾക്കാണ്. അത് പിന്നീട് പങ്കിട്ടെടുക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയുടെ സൂപ്പർ കണ്ണി എന്ന് പറയുന്നത് ഈ കൽപേഷാണ്. ഈ കവർച്ചാ സംഘത്തെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ ഒരു കവർച്ചാ സംഘത്തെ ഇങ്ങനെ ഇറക്കുമതി ചെയ്തത് ആര് എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. രാജീവ് സൂചിപ്പിച്ചതുപോലെ ഇത് സംസ്ഥാന ആന്തര ബന്ധമുള്ള കേസാണ്. ആന്ധ്രയിൽ, ചെന്നൈയിൽ, ബാംഗ്ലൂരുവിൽ ഒക്കെ ചിതറിക്കിടക്കുകയാണ് ഇതിൻ്റെ കണ്ണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു SIT അന്വേഷണം കൊണ്ട് മാത്രം ഈ കണ്ണുകളിലേക്കൊക്കെ എത്തുകയും ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി എത്താൻ SITക്ക് എത്രമാത്രം സാധ്യമാകുമെന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. രാജീവ്, നീലിമ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാര്യം SITക്ക് ഈ വിഷയത്തിൽ പരിമിതികളുണ്ട്. കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ അത് മാത്രമാണ് SITയുടെ ഇത്രയും വേഗത്തിലുള്ള ഒരു അന്വേഷണത്തിന് കാരണം. അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരിലേക്കും അതിനുമപ്പുറത്തേക്ക് കടന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കുന്ന രീതിയിലേക്കുള്ള അന്വേഷണത്തിലേക്കും കാരണം ഈ ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അത് സർക്കാരിന് കൂടി നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ തന്നെ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. ശബരിമലയിൽ ഇത്ര വലിയ ഒരു സ്വർണ്ണക്കവർച്ച നടന്നിട്ട് എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ അറിഞ്ഞില്ല, സർക്കാർ തന്നെ നിയോഗിച്ച ഇന്റലിജൻസ്
സംവിധാനങ്ങൾ അറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ട് പോലുമില്ല. നിയമസഭയിൽ ചില വാക്കുകൾ പറഞ്ഞതല്ലാതെ അദ്ദേഹം ഇതുവരെ ഈ വിഷയത്തിൽ നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾക്കും അപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു. ആ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും ആ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി എന്നത് സംബന്ധിച്ച് ഒരു മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് ഉന്നത തലത്തിൽ അന്വേഷണം പോവുകയാണെങ്കിൽ തീർച്ചയായും സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ വളരെ കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ചില ഉദ്യോഗസ്ഥരിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് സ്വർണം കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കം ഒരുപക്ഷെ SIT-യിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഹൈക്കോടതി എങ്ങനെ ഇടപെടൽ നടത്തും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ തന്നെ ചോദിക്കുന്നത് പോലെ 2019 ഈ രീതിയിൽ, അതായത് മാർച്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് എത്തി ഈ വലിയ സുരക്ഷയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി, എന്തുകൊണ്ട് അന്ന് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല, മാത്രമല്ല പിന്നീട് ജൂലൈയിൽ വീണ്ടും ഇവിടെ നിന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ എങ്ങനെ കൊണ്ടുപോയി, എന്തുകൊണ്ട് അതും ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. മഹസറിൽ ആരാണ് ഇത് തെറ്റായി രേഖപ്പെടുത്തിയത്, ഈ മഹസറിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മഹസറിൽ തെറ്റായി രേഖപ്പെടുത്തുമ്പോഴും എന്തുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ മറ്റ് വിഭാഗങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓരോ അംഗങ്ങൾ വീതമാണ്. ആ അംഗങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല, കൃത്യമായ ഓഡിറ്റിംഗ് ഉൾപ്പെടെ നടത്തിയില്ല എന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് ഹൈക്കോടതിയിൽ തന്നെ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ സ്വന്തം നിലയ്ക്ക് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ വളരെ നിർണായകം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഇതിനുശേഷം ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും എത്തിച്ച് കൂടുതൽ തെളിവെടുപ്പുകൾ ഉണ്ടാകും. സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കും. സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിലുള്ള പങ്ക്, മാത്രമല്ല സ്വർണം വേർതിരിച്ചെടുക്കാൻ വേറെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. കൽപേഷിനെ കുറിച്ച് ചില വിവരങ്ങൾ നിലവിൽ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വർണം വേർതിരിച്ചെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായങ്ങൾ നൽകിയത് കൽപേഷാണ് എന്ന തരത്തിലാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. കൽപേഷാണ് ഇവിടെ നിന്ന് ആദ്യമെത്തി കട്ടിളപ്പാളികൾ കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചും ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ സംസ്ഥാനാന്തര ബന്ധമുള്ള ചില കണ്ണികളിലേക്കൊക്കെ അന്വേഷണം നീളുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ഇത് കൊണ്ടുപോകുന്നത്, ഈ സ്വർണം കൊണ്ടുപോകുന്നത് ബംഗളൂരുവിലേക്കാണ്. അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു, ഹൈദരാബാദിലേക്ക് പോകുന്നു. ഹൈദരാബാദിൽ മന്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ച് നാഗേഷ് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ പോറ്റിക്ക് സഹായം ചെയ്തു കൊടുത്ത് അവിടെ വെച്ച് സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയാണ് വലിയൊരു ഭാഗം, ഈ 2 കിലോയോളം സ്വർണം കൈക്കലാക്കിയതിന് ശേഷം ബാക്കി മിച്ചം വന്ന 394 ഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഈ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്ന പ്രക്രിയ സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്നത്. ഈ അന്വേഷണത്തിൽ, എൻ്റെ SIT-യുടെ അന്വേഷണത്തിൽ മനസ്സിലായത് മന്ത്ര ക്രിയേഷൻസും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസും ഒന്നാണ്. വളരെ കൃത്യമായി പങ്കജ് ഭണ്ഡാരി എന്നയാൾക്ക് ഈ 2 സ്ഥാപനങ്ങളിലും കൃത്യമായ സ്വാധീനമുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്ത് ഒരു മാഫിയ ഈ അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്യാൻ വേണ്ടി കുറേ കാലങ്ങളായി ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുകൂടിയല്ലേ SIT-യുടെ അന്വേഷണത്തിൽ ഇപ്പോൾ വെളിവായിരിക്കുന്നത്? തീർച്ചയായും നീലിമ, ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നു എന്ന് SIT പറയുന്നതും ഈ കാരണം കൊണ്ട് തന്നെയാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിൻ്റെ പങ്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ MD ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില മൊഴികൾ നൽകിയിരുന്നു. എന്നാൽ അന്വേഷണ സംഘം പിന്നീട് കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിനും ഈ ഗൂഢാലോചനയിൽ വളരെ കൃത്യമായ പങ്കുണ്ട്. ആദ്യം ഈ സ്വർണം എത്തിച്ചപ്പോൾ അത് വേർതിരിച്ചെടുക്കാൻ സ്മാർട്ട് ക്രിയേഷൻസിന് കഴിഞ്ഞില്ല. പിന്നീടാണ് മറ്റു ചില ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് ആ സ്വർണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ച് വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പിന്നീട് കൂടുതൽ സ്വർണം എത്തിച്ചു നൽകി അതും വേർതിരിച്ചെടുത്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘവും നേരത്തെ ദേവസ്വം വിജിലൻസും കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെത്തിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് നേരിട്ട് ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് അതിനുവേണ്ടിയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുമെന്നും പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഉൾപ്പെടെ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.
കൂടുതൽ ദിവസം തെളിവെടുപ്പിന് വേണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല പലയിടത്തും ഇത് കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കി അവരിൽ നിന്ന് പണം വാങ്ങി, മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം പൂശി നൽകാം എന്ന് പറയുമ്പോൾ പോലും മറ്റു പലരെ സ്പോൺസർമാരാക്കി കണ്ടുപിടിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇതൊക്കെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനുമൊക്കെ അറിയാമായിരുന്നു എന്ന ചില സൂചനകളും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നിലവിൽ പോയിട്ടില്ല. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ തെളിവെടുപ്പുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കേവലം സ്മാർട്ട് ക്രിയേഷൻസിലും അല്ലെങ്കിൽ മന്ത്രിയിലും മാത്രമായി ഇത് അവസാനിക്കില്ല. കൂടുതൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതായി വരും. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ദിവസത്തിനകം പ്രാഥമികമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടും, SIT ചൂണ്ടിക്കാട്ടും എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. അതുമാത്രമല്ല മുരാരി ബാബുവിന്റെ അറസ്റ്റ് അത് എപ്പോൾ ഉണ്ടാകും എന്നതും വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക ഏറ്റുന്ന കുറെ കാര്യങ്ങൾ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട്. അത് അറസ്റ്റ് റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. അതായത് ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ഈ റിമാൻഡ് റിപ്പോർട്ടിലും അറസ്റ്റ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു പരിഗണനയും കൊടുക്കാതെ ഈ കൊള്ളസംഘം ആചാരലംഘനം നടത്തുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് പറയുന്നത്. രാജീവ്, തീർച്ചയായും നീലിമ, ഈ ആചാര ലംഘനം തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുതന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അംഗങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് അത്തരത്തിൽ ആചാര ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ കട്ടിളപ്പാളികളും അതുപോലെ തന്നെ വാതിലുകളും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണവുമൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകാനും മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി അത് പ്രദർശന വസ്തുവാക്കാനും അതിൻ്റെ പേരിൽ പണം വാങ്ങാനും ഒക്കെ ഇവർക്ക് അധികാരം നൽകിയത് അല്ലെങ്കിൽ ഇവർക്ക് അവകാശം നൽകിയത്, ഉത്തരവിറക്കി നൽകിയത് ആരാണെന്ന ചോദ്യമാണ് പ്രധാനമായും അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ തന്നെയാണ് ആചാരലംഘനമെന്നും അന്വേഷണ സംഘം പറയുന്നത്. കാരണം ഭക്തർ വളരെ വൈകാരികമായി കാണുന്ന, വിശ്വാസത്തോടെ കാണുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കി മാറ്റിയിരിക്കുന്നത്. അതിന് ബോധപൂർവം ഈ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ദേവസ്വം അധികാരികൾ കൂട്ടുനിന്നു എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ആചാര ലംഘനങ്ങൾക്കാണ് കൂട്ടുനിന്നിരിക്കുന്നത്. അതായത് വിശ്വാസങ്ങളെ സംരക്ഷിക്കും, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡ് തന്നെയാണ് ശബരിമലയിലെ ഈ ആചാര ലംഘനങ്ങൾക്കൊക്കെ കൂട്ടുനിന്നിരിക്കുന്നത്. നേരത്തെയും ആചാര ലംഘനങ്ങൾക്ക് ദേവസ്വം ബോർഡ് കൂട്ടുനിന്നിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഉൾപ്പെടെ ആചാര ലംഘനങ്ങൾക്ക് ദേവസ്വം ബോർഡ് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷവും ഇങ്ങോട്ടും ആചാര ലംഘനങ്ങൾക്ക് തുടർച്ചയായി ദേവസ്വം ബോർഡുകൾ കൂട്ടുനിൽക്കുകയാണ് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ഒരു അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമല്ല, നിലവിൽ സൂചിപ്പിച്ചതുപോലെ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് ദേവസ്വം അധികാരികളും ഈ പറയുന്ന ആചാര ലംഘനത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. അത് ബോധപൂർവം തന്നെ കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത്. നീലിമ.